230 വോട്ടിന്റെ ലീഡ് 230 വോട്ടിന്റെ ലീഡുമായി വീണ്ടും ആര്യാടൻ ഷൗക്കത്തിന്റെ കുതിപ്പ്. UDF സ്ഥാനാർത്ഥിയുടെ കുതിപ്പാണ് കാണുന്നത്. ആദ്യം 18, പിന്നെ 166, ഇപ്പോൾ 230 വോട്ടുമായി ആര്യാടൻ ഷൗക്കത്ത് ആദ്യത്തെ ഫലസൂചനകളിൽ അജയ്യനായി മുന്നിൽ നിൽക്കുകയാണ്. ആ പോസ്റ്റൽ ബാലറ്റുകൾ കഴിഞ്ഞ EVM-ലെ കണക്കുകൾ കൂടി വരുന്നുണ്ടോ എന്ന സംശയം. എന്തായാലും 1402 പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുമ്പോൾ ആദ്യത്തെ എണ്ണൽ പുറത്തു വരുമ്പോൾ ഈ PV അൻവറിനെയും ഒപ്പം M സ്വരാജിനെയും പിന്നിലാക്കിക്കൊണ്ട് 230 വോട്ടുകൾക്ക് ആര്യാടൻ ഷൗക്കത്തിന്റെ കുതിപ്പാണ് കാണുന്നത്. ഇത് ഒരു വലിയ കുതിപ്പായി മാറുമോ, വലിയൊരു ട്രെൻഡായി മാറുമോ? ഇത് നിലമ്പൂരിന്റെ മനസ്സിന്റെ പ്രതിഫലനത്തിന്റെ പൊതുകാഴ്ചയാണോ എന്നറിയാൻ നമുക്കിനി കുറച്ച് സമയം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് പോസ്റ്റൽ ബാലറ്റുകളിൽ 1402 പോസ്റ്റൽ ബാലറ്റുകളിൽ 230 വോട്ടിന്റെ ലീഡുമായി എണ്ണി തുടങ്ങുമ്പോൾ 230 വോട്ടിന്റെ ലീഡുമായി ആര്യാടൻ ഷൗക്കത്ത് മുമ്പിലാണ്. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന 3982 പോസ്റ്റൽ ബാലറ്റുകളാണ് എങ്കിൽ ഇക്കുറി അതിന്റെ നേർപകുതി പോലുമില്ല. 1402 പോസ്റ്റൽ ബാലറ്റുകൾ മാത്രമേ ഉള്ളൂ. പോസ്റ്റൽ ബാലറ്റുകളിൽ കഴിഞ്ഞ തവണ 92 വോട്ടിന്റെ ലീഡ് UDF-നുണ്ടായിരുന്നു. LDF ജയിച്ച ഒരു മത്സരത്തിൽ. അപ്പോഴാണ് ഇവിടെ ഇതാ അതിന് നേർപകുതിയോളം പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുമ്പോൾ തുടക്കത്തിൽ തന്നെ 230 വോട്ടിന്റെ ലീഡുമായി ആര്യാടൻ ഷൗക്കത്ത് മുന്നിൽ നിൽക്കുന്നത്. ഇതാ പുറത്ത് വോട്ടർമാരുടെ പ്രതികരണവും കാണാം. 20,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന ആത്മവിശ്വാസമൊക്കെ പങ്കുവെക്കുന്ന പ്രവർത്തകരെയും അനുഭാവികളെയും ഒക്കെ കാണുന്നു. എന്തായാലും ആദ്യത്തെ ഫലസൂചന പുറത്തു വരുമ്പോൾ 1402 പോസ്റ്റൽ ബാലറ്റുകൾ ആകെയുണ്ട്. അത് എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ 230 വോട്ടിന്റെ ലീഡ് എടുത്തുകൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് എന്ന UDF സ്ഥാനാർത്ഥി അജയ്യനായി നിൽക്കുന്നു. ആദ്യ നിമിഷങ്ങളിൽ ഇപ്പോൾ വോട്ടെണ്ണൽ തുടങ്ങി 12 മിനിറ്റുകൾ കൂടി മാത്രമാണ് പിന്നിട്ടുള്ളത്. ആ 12 മിനിറ്റിൽ എതിരാളികളില്ലാത്ത മുന്നേറ്റം ആര്യാടൻ ഷൗക്കത്ത് കാഴ്ചവെക്കുന്നു. കഴിഞ്ഞ തവണയും പോസ്റ്റൽ ബാലറ്റ് എണ്ണുമ്പോൾ UDF 92 വോട്ടിന്റെ ലീഡെടുത്തിരുന്നു. ആകെ എണ്ണിക്കഴിഞ്ഞപ്പോ അതിന്റെ ഒരു ആവർത്തനമായിരിക്കുമോ? പോസ്റ്റൽ ബാലറ്റിലും വളരെ ക്ലിയർ എഡ്ജ് എടുക്കാൻ പോവുകയാണോ UDF? ആവർത്തിക്കാൻ പോവുകയാണോ അവർ? ഈ പോസ്റ്റൽ ബാലറ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പഞ്ചായത്തിന്റെ കണക്കല്ല, ഏതെങ്കിലും ഒരു മേഖലയുടെ കണക്കല്ല, പൊതുവായി എല്ലായിടത്തും വരുന്നതാണ്. അതിലും UDF അവരുടെ ഒരു മേൽക്കൈ പ്രകടമാക്കാൻ പോകുന്നുണ്ടെങ്കിൽ അതൊരു പൊതുവായ സൂചനയായിരിക്കുമോ, ഒരു ട്രെൻഡിന്റെ സൂചനയായിരിക്കുമോ? എന്തായാലും UDF-നെ സംബന്ധിച്ച് ശുഭകരമായ തുടക്കം. അവർക്ക് ആദ്യത്തെ മിനിറ്റുകളിൽ തന്നെ 230 വോട്ടിന്റെ മികച്ച ലീഡ്. 1402 പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുമ്പോൾ 230 എന്ന് പറയുന്ന കൂറ്റൻ ലീഡ് എടുക്കാൻ കഴിയുന്നുണ്ട്. ഇനിയിപ്പോ അറിയേണ്ടത് മെഷീൻ കാത്തുവച്ചിരിക്കുന്ന കണക്കുകൾ എന്താണെന്നാണ്. മെഷീനുകളും ടേബിളിൽ വെച്ച് പൊട്ടിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം മെഷീന്റെ കണക്കും വരും.